ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വലിയ വലിയ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേട്ടത്. അതിൽ ഏറ്റവും അവസാനങ്ങളിൽ പറഞ്ഞ ഒരു സാക്ഷ്യം നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുകയാണ്. ജെസ്സി തങ്കച്ചൻ്റെ സാക്ഷ്യം. എല്ലാ സാക്ഷ്യങ്ങളും നല്ലതായിരുന്നു. ഇതിന് ചില പ്രത്യേക ഉടമ്പടി ഫീച്ചേഴ്സ് ഉണ്ട്. അച്ഛൻ എപ്പോഴും സെലക്ട് ചെയ്യണത് ഏറ്റവും കൂടുതൽ ഉടമ്പടി ഫീച്ചേഴ്സുള്ള, ഉടമ്പടി ഐഡൻറ്റിറ്റി, അറിവടയാളങ്ങളുള്ള സാക്ഷ്യങ്ങളെയാണ് നമ്മൾ ധ്യാനത്തിന് വിഷയമാക്കുന്നത്. ഇതിൽ വരുന്ന വിഷയം എന്താണ്? ഒരു വിഷയം, ജെസ്സിയുടെ പ്രശ്നം എന്താ? ജെസ്സിയുടെ പ്രശ്നം ഹസ്ബൻഡിന് ജോലിയില്ല. അവർ രണ്ടുപേരും കൂടിയാണ് അമ്മ സന്നിധാനത്തിൽ വരുന്നത്. ഹസ്ബൻഡിന് ജോലിയില്ല. ഹസ്ബൻഡിൻ്റെ ജോലി കിട്ടാനുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഒന്ന്, പാസ്പോർട്ടും CDCയും തമ്മിലുള്ള പേര് വ്യത്യാസം. അത് നിസ്സാരമല്ല. കമ്പ്യൂട്ടർ എപ്പോൾ റിജക്റ്റ് ചെയ്ത് തിരക്കിയാൽ മതി. ചെറിയൊരു അക്ഷരത്തിന് വ്യത്യാസം കൊണ്ട് റിജക്റ്റ് ആകും. ഇതിപ്പോൾ വേറെ ഒരാളാണ് CDCയിലുള്ളത്, വേറെ ഒരാളാണ് പാസ്പോർട്ടിലുള്ളത്. നമുക്കറിയാം ഒന്നാണെന്ന്, പക്ഷേ ഒന്നാണെന്ന് പറയാൻ കമ്പ്യൂട്ടറിന് ലിങ്കില്ല. അതുകൊണ്ട് അത് റിജക്റ്റ് ചെയ്യും. രണ്ടാമത്തെ പ്രശ്നം എന്താണ്? അങ്ങേരുടെ ഏജ് ഓവറായിപ്പോയി. പ്രത്യേകിച്ച് ഫോറിൻ കമ്പനി, ഷിപ്സ് കമ്പനിയിലെല്ലാം ഏജ് പ്രശ്നമാണ്, ഭയങ്കര സീരിയസ് വിഷയമാണ്, റിജക്റ്റ് ആകും. അപ്പോൾ ഈ സംഭവം കിട്ടത്തില്ല, ഉറപ്പായി. നമുക്ക് ഉറപ്പായ സംഭവം എന്താ? കിട്ടത്തില്ല എന്നുള്ളത്. ബൈ റീസൺ ഇത് കിട്ടാനുള്ള സാധ്യത പോലും ഇല്ലാത്തൊരു വിഷയമാണ്. അപ്പോൾ അതിൻ്റെ പ്രാർത്ഥിക്കേണ്ട വിഷയം പോലും അല്ല. കാര്യം യുക്തിപരമായിട്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത വിഷയമാണ്. ചില ആൾക്കാർ പറയും പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾക്ക് യുക്തി വേണമെന്ന് പറയും. നമ്മൾ ഒരു വ്യക്തിയോടാണ് നമ്മുടെ വിഷയം ഇടപെടുന്ന കാരണം നമ്മൾ പലപ്പോഴും വ്യക്തിയും നമ്മളും തമ്മിലുള്ള ബന്ധം യുക്തിബന്ധമല്ലല്ലോ, ആണോ? വാട്ട്സ് ദ ബേസിസ് ഓഫ് അവർ ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്? ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ബേസ് എന്താ? റീസണാണോ? യുക്തിയാണോ? നിങ്ങളുടെ അപ്പനും മകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയം യുക്തിയാണോ? അല്ല, സ്നേഹമാണ്. അതാണ് വിഷയം. നമ്മൾ ദൈവത്തോട് ഇടപെടുമ്പോഴേ ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം വ്യക്തിബന്ധമാണ്, അല്ല യുക്തിബന്ധമല്ല. ശ്രുതികട ഹല്ലേലൂയ. ശ്രുതികട ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് അതുകൊണ്ട് നമ്മളെല്ലാം വിശ്വസിക്കും. പാസ്പോർട്ട് കുഴപ്പമാണെങ്കിലും CDC കുഴപ്പമാണെങ്കിലും നമ്മൾ എല്ലാം വിശ്വസിക്കും. എന്താ കാരണം? ദൈവം നമുക്ക് ജീവിക്കാനുള്ള മാർഗം തരുമെന്ന് നമ്മൾ വിശ്വസിക്കും. എന്താ കാരണം? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. ഒന്ന് പറഞ്ഞേ, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. 1 Corinthians 13:7 നമ്മൾക്ക് ഉള്ള ബേസ്മെൻറ്റ്, വചനത്തിൻ്റെ ബേസ്മെൻറ്റ്. 1 Corinthians 13:7. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആത്മശക്തി ലഭിക്കുന്നത്. ഒരു വിഷയം ചെയ്യണമെങ്കിൽ നമുക്ക് എന്നാ വേണ്ടത്? 2 കാര്യങ്ങൾ. ഒരു വിഷയം ദൈവമായിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് 2 കാര്യങ്ങൾ വേണം. ഒരു വിഷയം ദൈവമായിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് 2 കാര്യങ്ങൾ വേണം. എന്താ വേണ്ടത്? വിശുദ്ധിയും വേണം, ശക്തിയും വേണം, ആത്മശക്തിയും വേണം. ഇതിന് രണ്ടിനും നമ്മളെ സഹായിക്കുന്നത് ആരാണ്? വചനം. ഇപ്പം എന്നാ ഈശോ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനം നിമിത്തം പറഞ്ഞേ
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചന നിമിത്തം നിങ്ങൾ വിശുദ്ധി ഉള്ളവരായിരിക്കും. അതാണ് യോഹന്നാൻ 15:3. യോഹന്നാൻ 15:3 ഒന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നിമിത്തം നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കും. അപ്പോഴും നമ്മൾ വചനങ്ങൾ കേട്ട് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി വി ബി ഹോളി, നമ്മൾ വിശുദ്ധിയിലേക്ക് വരും. ഇനി എവിടെയെങ്കിലും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിരന്തരം നിങ്ങൾ ദൈവത്തെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് വിശുദ്ധിയോടെ ജീവിക്കാൻ. എൻ്റെ സാഹചര്യം എനിക്ക് ഇങ്ങനെ സമ്മർദ്ദം ചെയ്യുന്നു, എന്നെ സഹായിക്കണം അമ്മേ, എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണം. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. അപ്പോൾ എല്ലാ വാഗ്ദാനത്തിൻ്റെയും പേടകമാണമ്മ. ഈ ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ സമ്മർദ്ദത്തിനും വരാതിരിക്കുന്ന ലോകത്തിൻ്റെ ജീവിതത്തിൻ്റെ സമ്മർദ്ദത്തിനും എല്ലാം മധ്യസ്ഥയാണ് അമ്മ. അതുകൊണ്ടാണ് അമ്മയെ വാഗ്ദാന പേടകമെന്ന് ബൈബിൾ വിളിക്കുന്നത്, നമ്മൾ വിളിക്കുന്നത്, സഭയുടെ പാരമ്പര്യം പ്രഘോഷിക്കുന്നത്. പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെയും എല്ലാ ആവശ്യങ്ങളുടെയും എല്ലാ ആഗ്രഹങ്ങളുടെയും സഫലീകരണമായ ദൈവവാഗ്ദാനങ്ങള് പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ 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 ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. സ്വർഗീയ മന്ന വഹിക്കും വാഗ്ദാന പേടകമേ, ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 സ്വർഗ്ഗത്തിലേക്കു നയിക്കും പുണ്യവാദായനമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. വാനിൽ വീളങ്ങി ശോഭിക്കും ഉഷകാല താരമേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പൂർവതാതന്മാർ വണങ്ങും കന്യകകൾ രാത്രിയേ, ഞങ്ങൾക്കായി ദൈവമാതാവേ എന്നെന്നും പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്കായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാമത്തത് വചനത്തിൽ നമുക്ക് ലഭിക്കണത് എന്താണ്? ആത്മശക്തിയാണ്. അതാണ് റോമാ 1:16 എഴുതിയിരിക്കുന്നത്. വചനം വായിക്കുമ്പോൾ നമുക്ക് ആത്മശക്തി ലഭിക്കും. ആത്മശക്തിയാണ് നമുക്ക് തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ
എന്ന് പറഞ്ഞ ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പം ദൈവത്തിൻ്റെ ശക്തിയാണ് ദൈവവചനം. അപ്പം ദൈവവചനം വായിക്കുമ്പോൾ നമ്മളത് വിശ്വസിക്കുമ്പോഴാണ് ആ ശക്തി നമുക്ക് അഭിഷേകമായി വരണത്. ദൈവവചനം വായിക്കുമ്പോൾ നമ്മളതിൽ വിശ്വസിക്കുമ്പോൾ നമുക്കത് ശക്തിയുടെ അഭിഷേകമായിട്ട് മാറുന്നു. അപ്പോൾ എപ്പോഴും വചനം വായിക്കുമ്പോൾ ആദ്യമേ പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ അങ്ങയുടെ വചനങ്ങൾ വായിക്കാനുള്ള ആത്മവിശുദ്ധിയും ആത്മശക്തിയും അഭിഷേകമായി ലഭിക്കാൻ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തി. ഏത് പറഞ്ഞേ? ദൈവവചനം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തി. അപ്പൊ രക്ഷ ആരാണ്? ദൈവം. യേശു ക്രിസ്തു. എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ലൂക്ക 2:30 അല്ലേ? ഒന്ന് ഏറ്റു പറഞ്ഞ്, എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അപ്പോഴേ ക്രിസ്തു ആരാണ്? എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്. പിന്നെയും ക്രിസ്തു ആരാണെന്ന് ചോദിച്ചാൽ ബൈബിൾ പറയും ക്രിസ്തു എല്ലാ മനുഷ്യർക്കും എല്ലാമാണെന്ന് പറയും. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ് എന്ന് പറയും. അതാണ് കൊളോസ്യൻസ് 3:11. ക്രിസ്തു എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. പിന്നെ ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്. പിന്നെ എന്താണ്? ക്രിസ്തു എല്ലാമാണ്. അപ്പോൾ ഈ തങ്കച്ചൻ്റെ പ്രശ്നം എന്താ? CDC പാസ്പോർട്ടും തമ്മിൽ നെയിം ടാലി ആകണില്ല. രണ്ടാമത്തെ എന്താ വിഷയം? പിന്നത്തെ ഗ്യാപ്പ് എന്താണ്? ഏജ് ഓവറാണ്. ഈ ഡൈക്കോട്ടമിയിലാണ്. ഇതാണ് സ്പേസ്. ആരുടെ സ്പേസ്? ക്രിസ്തുവിൻ്റെ സ്പേസ്. ഒരു അടയാളം എങ്ങനെ സംഭവിക്കുന്നുവെന്ന് അച്ഛൻ പറയുകയാണ്. ഒരു അടയാളം എങ്ങനെ സംഭവിക്കുന്നത്? ആ സ്പേസ് ക്രിസ്തുവിൻ്റെ, അതിൽ ആ വിഷയത്തിലെ സ്പേസാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്പേസ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു വിഷയത്തിലുണ്ടാകുന്ന ഗ്യാപ്പാണ്. ഒരു ഗ്യാപ്പ് ഉണ്ടാവും എല്ലാ വിഷയത്തിലും. ഇതിനെ നമ്മൾ പ്രോബ്ലം എന്ന് പറയണത്. ഒരു വിഷയത്തിലുണ്ടാകുന്ന ഗ്യാപ്പാണ് ക്രിസ്തുവിൻ്റെ സ്പേസ്. ഈ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യണത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ കൊണ്ട് ഫില്ല് ചെയ്യണത് എങ്ങനെയാണ്? ബൈ ഫെയ്ത്ത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈ ഗ്യാപ്പ് ഒരു വിഷയത്തിലുള്ള പ്രശ്നമാണ് ക്രിസ്തുവിൻ്റെ എല്ലാം. കാര്യം ക്രിസ്തു എല്ലാമാണ്. അതുകൊണ്ട് ആ സ്പേസ് ക്രിസ്തുവിൻ്റെ സ്പേസാണ്. ഈ ഗ്യാപ്പ് നമ്മൾ വിശ്വാസം എങ്ങനെ ഫില്ല് ചെയ്യണത്? വിശ്വസിച്ച് കൊണ്ടാണ് ഫില്ല് ചെയ്യണത്. അത് കാര്യം അത് ക്രിസ്തുവിൻ്റെ സ്പേസാണ്, നമ്മുടെ സ്പേസ് അല്ല, നമ്മുടെ യോഗ്യതയുടെ സ്പേസ് അല്ല. ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് എങ്ങനെയാണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് വർക്കൗട്ട് ചെയ്യണത്. മെറിറ്റ് മീൻസ് നമ്മളുടെ യുക്തിയാണ് അവിടെ വരുന്നത്. അവിടെ മെറിറ്റിന് പകരം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആകുമ്പോൾ, ഗ്രേസ് എന്ന് പറയണത് ക്രിസ്തുവിൻ്റെ വേറെ ഒരു പേരാണ്. ക്രിസ്തു എന്ന് വെച്ചാൽ അതിൻ്റെ പേരെന്താ? അതിൻ്റെ അർത്ഥം എന്താ? യേശു അല്ല, ക്രിസ്തു അഭിഷിക്തൻ. ദൈവം കൃപ ലോകത്തിലേക്ക് ലഭിക്കാൻ വേണ്ടി അംഗീകാര മുദ്ര ചാർത്തി അഭിഷേകിച്ചയച്ചവൻ്റെ പേരാണ് അഭിഷിക്തൻ, ക്രിസ്തു. ഇപ്പം എല്ലാ വിഷയങ്ങൾക്കും ഒരു ക്രിസ്തു ഉണ്ടാവും. എല്ലാ വിഷയങ്ങൾക്കും ഒരു ക്രിസ്തു ഉണ്ടാവും. ആ സ്പേസ് കണ്ടെത്തിയിട്ട് അവിടെ വിശ്വാസം പ്രഖ്യാപിക്കും. തകച്ചൻ വളരെ ടാക്ടിക്സായിട്ടാണ് ആ വിഷയം ചെയ്യുന്നത്. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രായോഗികമായ ചില നിലപാടുകളെ ക്രിസ്തുശാസ്ത്രമനുസരിച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ നല്ല രസമാണത് കേൾക്കാൻ. കാര്യം അയാൾ എന്താ പറയണത്? നീ ഉടമ്പടി എടുക്കൂ. കാര്യം ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ജോലി കിട്ടും. പാസ്പോർട്ട് കുഴപ്പമാണെങ്കിലും CDS കുഴപ്പമാണെങ്കിലും ഏജ് ഓവറാണെങ്കിലും ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ജോലി കിട്ടും. അതുകൊണ്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റത്തില്ല, നീ പൂർത്തിയാക്കുക. വിശ്വാസം പ്രഖ്യാപിക്കേണ്ട രീതി കണ്ടില്ലേ?
അപ്പോൾ ഉടനെ വൈഫ് ഉടമ്പടി എടുക്കും. അപ്പോൾ ഉടനെ വൈഫ് ഉടമ്പടി എടുക്കുമ്പോൾ മദ്യപാനം ഉപേക്ഷിക്കുന്നു. അപ്പോൾ സ്ത്രീകൾക്ക് അത് ബാധകമല്ലാത്തത് കൊണ്ട് അവരത് എഴുതി വെച്ചു. എഴുതി വെച്ചപ്പോൾ ഇവിടുന്ന് കറക്ഷൻ കൊടുത്തു. അത് നിങ്ങൾ സ്ത്രീയല്ലേ, നിങ്ങൾക്കത് ബാധകമല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എഴുതാൻ പറഞ്ഞത് ആരാണ്? തങ്കച്ചനാ പറഞ്ഞത്. ഹസ്ബൻഡാണ് എഴുതാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ നിയമം പറഞ്ഞപ്പോൾ അത് എഴുതേണ്ട നിങ്ങളല്ലേ ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു. പക്ഷേ കർത്താവിനോട് ആ മനുഷ്യർ ഉടമ്പടി ചെയ്യും. ഈ ഉടമ്പടി ഞാൻ എഴുതിയിട്ടില്ലെങ്കിലും ഞാൻ ഈ ഉടമ്പടി എഴുതിയതുപോലെ പാലിക്കും. അതാണ് വിശ്വാസം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിന് വിശ്വാസമായിട്ടുള്ള ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്ക് പറഞ്ഞാണ് ഈശോ പിരിയണത്. എന്താണ്? കാണാതെ വിശ്വസിക്കുന്നവർ ജോലി കാണുന്നില്ല. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? പാസ്പോർട്ട് കുഴപ്പമാണ്, CDS കുഴപ്പമാണ്, ഏജ് ഓവറാണ്. നമുക്ക് കണ്ണെ കാണാവുന്ന വിഷയങ്ങളെല്ലാം നമ്മുടെ യുക്തി അതാണ്, നമ്മുടെ മെറിറ്റ് അതാണ്. ഇവിടെ എന്താ മനുഷ്യൻ ചെയ്യണത്? എൻ്റെ പാസ്പോർട്ട് ഒക്കെ അല്ലെങ്കിലും CDS ഒക്കെ അല്ലെങ്കിൽ ഞാൻ ഏജ് ഓവറാണെങ്കിലും ഞാൻ ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നത്, ക്രിസ്തു എല്ലാമാണ്. ഒരു ഏറ്റവും വലിയൊരു വചനമുണ്ട്. എന്താ വചനം? ഒരു കാരണവശാലും ഞാൻ നിന്നെ ഒഴിവാക്കുകയില്ല. അതാണ് നമുക്ക് ആത്മശക്തി തരണത്. ഒരു വ്യക്തിക്ക് ആത്മശക്തി തരുന്നത് 2 വചനങ്ങളാണ് പ്രധാനപ്പെട്ടത്. ഒന്ന്, ക്രിസ്തു എല്ലാമാണ്. നമ്മുടെ എല്ലാ പോരായ്മകളിലും പരിഹരിക്കാനുള്ള ഈശോനെ പരിഹാരമെന്നാണ് വിളിക്കണത്, അല്ലേ? ദാറ്റ് മീൻസ് പാപത്തിന് പോലും പരിഹാരമെങ്കിൽ ബാക്കി എല്ലാത്തിനും പരിഹാരമെന്ന് അതിൻ്റെ അർത്ഥം. കൈയിടിച്ച് കിടത്താൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പം യോഹന്നാൻ 20:29 യോഹന്നാൻ 20:29 കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പം നമ്മളത് ഇത്രയും നാൾ ആട്രിബ്യൂട്ട് ചെയ്തത് ദൈവത്തെ കാണുന്നില്ല എങ്കിലും നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയല്ല. ക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നത് എല്ലാത്തിനും അത് തന്നെയാണ് പ്രിൻസിപ്പിൾ. നമ്മുടെ ജോലി കാണുന്നില്ല, കുഞ്ഞുങ്ങളെ കാണുന്നില്ല, ജീവിത പങ്കാളിയെ കാണുന്നില്ല, കിടക്കാൻ ഇടം കാണുന്നില്ല, പൊറുക്കാൻ വീട് കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ബട്ട് വി സീ ജീസസ്. നമ്മൾ കർത്താവിനെ കാണുന്നു. കൈ അടിച്ച് കർത്താവാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. വിശ്വാസം എന്നത് എന്താണെന്നാണ് ഈശോ പറയണത്.
കാണാത്തപ്പോൾ കാണുന്നതാണ് വിശ്വാസം. സെൻറ്റ് പോളിൻ്റെ കുറേ വിശ്വാസം, കാണപ്പെടാത്തതുണ്ട് എന്നുള്ള ബോധ്യം, പ്രത്യാശകൾ ലഭിക്കുന്നുള്ള ഉറപ്പ്, അതിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടണത് എന്താ? കാണാത്തതിനെ കാണുന്നതാണ് വിശ്വാസം. കാണാത്തതിനെ ഒന്ന് പറഞ്ഞ്, കാണാത്തതിനെ കാണുന്നതാണ് വിശ്വാസം. ചില സമയത്ത് ദൈവത്തെ പോലും നമുക്ക് കാണത്തില്ല, മനസ്സിലായില്ലേ? പ്രത്യേക ദുഃഖവും രോഗവും വരുമ്പോഴേ നമ്മൾ ദൈവത്തെ പോലും കാണത്തില്ല. കാര്യം എത്ര പ്രാർത്ഥിച്ചാലും ഒരു മറുപടിയും കിട്ടത്തില്ല. കാര്യങ്ങൾ വഷളായി വരൂ. ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്കറിയാം, അനുഭവിച്ചവർക്കറിയാം. ചില സമയത്ത് നമ്മൾ ഈ പ്രാർത്ഥനയൊക്കെ പറഞ്ഞാൽ ചുമ്മാ കള്ളത്തരമാണ്, ദൈവം ഉണ്ട് ആര് കണ്ടെന്നൊക്കെ ചോദിക്കും. യുക്തിവാദികൾ നമ്മളെ യുക്തിവാദികളൊന്നും അല്ലെങ്കിലും വിൽ ബി സംടൈംസ് എ പ്രാക്ടിക്കൽ അറ്റെയിസ്റ്റ്. നമ്മൾ ചില സമയത്ത് ഒരു പ്രായോഗിക നിരീശ്വരവാദിയായി മാറും, അതിനുള്ള സാധ്യതയുണ്ട്. പ്രായോഗിക നിരീശ്വര, പ്രാക്ടിക്കൽ അറ്റെയിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ പെരുമാറുന്നത് ആസിഫ് ദെയർ ഇസ് നോ ഗോഡ്, അതുപോലെ പെരുമാറും. ദൈവമില്ല എന്നുള്ള രീതി പെരുമാറിപ്പോവും. അത് ആണ് സംഭവം. അപ്പം ചില വിഷയങ്ങൾ ഇപ്പം നമ്മൾ ജപ്റ്റ് ചെയ്യാൻ തന്നെ, അപ്പം നമ്മൾക്ക് ആകപ്പാടെ ഒരു ആദരവ് ചിട്ടിയാണ്. അപ്പം നമ്മളത് നോക്കിയിരിക്കുകയാണ്. അത് വീണാലും മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. ദൈവം അത് തരും, പക്ഷെ നമ്മൾക്ക് വീഴത്തില്ല. ആവശ്യമില്ലാത്തതിന് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഒരു കുഴപ്പം, കാശ് ആവശ്യമില്ലാത്ത ചിട്ടി വീണ കാണാം. അപ്പോഴും നമ്മൾ പറയും മണ്ണാങ്കട്ട, വെറുതെ ചുമ്മാ കഷ്ടപ്പെട്ട് ഇനി പിന്നെ വിധി പോലെ അനുഭവം. ഇവിടെ നമ്മൾ എന്നാ പറഞ്ഞത് ഇപ്പം വിധി പോലെ. അതാണ് പ്രശ്നം. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് മാറ്റിപ്പിടിക്കോട്ടെ. കാര്യം ചില സമയത്ത് ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥയിൽ അതിൻ്റെ വിഷമം, രോഗം, നമ്മുടെ പ്രാർത്ഥന ഏക്കാത്തതുപോലെ നമുക്ക് തോന്നും. കംപ്ലീറ്റ് ഡ്രൈ ആൻഡ് ബ്ലാക്ക് ഔട്ട്, ഒന്നും തോന്നത്തില്ല. ഈശോ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യും, എന്നെ ഫീൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ എന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അല്ല, ചിലർക്ക് ചില സമയത്ത് കർത്താവിനെ ഫീൽ ചെയ്യത്തില്ല. രോഗത്തിൻ്റെ വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ. എൻ്റെ മക്കളെ, വിശ്വാസം എന്ന് പറയണത് ഇങ്ങനെയുള്ള ഒരു ഇഡിയറ്റായിട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ജീസസിനെ ഫീൽ ചെയ്യണതാണ്. അപ്പോഴാണ് നമ്മൾ കറക്റ്റ് ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാകമാകണത്. നമ്മൾ വിശ്വസിക്കണത് വിഷയമല്ലെന്ന് വെച്ചാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് നമ്മളെ വിശ്വസിക്കണ ഒരു പാകം ഉണ്ട്. അതായത് നമ്മൾക്ക് ദൈവത്തിൻ്റെ ഒരു മണമോ ഒരു ഗുണമോ ഒരു നിഴൽ പോലും കാണാത്ത ചില സമയമുണ്ടാവും. വീട്ടിൽ രോഗം, കോടതി കടങ്ങൾ, മറ്റുള്ളവർ ആവശ്യമില്ലാതെ നമ്മുടെ മേക്കിട്ട് കയറുക, നമ്മുടെ തന്നെ ശാരീരിക അസ്വസ്ഥകൾ, എല്ലാം കൊണ്ടും എവിടെ ചെന്നാലും പാപിച്ചെന്നിടം പാതാളം എന്ന് പറഞ്ഞ പോലെ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥിച്ചു കൂടി അവസാനം നമ്മൾ പ്രാർത്ഥന മടുക്കും. എന്നാത്തിനാണ് പ്രാർത്ഥിച്ചിട്ടും പ്രയോജനമില്ല, പ്രാർത്ഥിക്കാതിരുന്നിട്ടും പ്രയോജനമില്ല, ചുമ്മാ വായി. അതുകൊണ്ട് ഞാൻ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ വിഡ്രോ ചെയ്യും ആൾക്കാർ. വിഡ്രോ ചെയ്യണ സമയം, ഈ വിഡ്രോ ചെയ്യണ സമയം, പിൻവലിയണ സമയമുണ്ട്. വിശ്വാസി പിൻവലിയുന്ന സമയം. എല്ലാവരും അല്ല, കുറച്ച് പേര്. അതിനെക്കുറിച്ച് ഈശോ എന്നാ പറഞ്ഞത്? അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെ അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും. നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അപ്പോൾ ഈ അല്പസമയം എന്ന് പറഞ്ഞ സംഭവമില്ലേ, ഈ അല്പസമയത്തിൻ്റെ ആബ്സെൻസ് ഒരു വിഷയമാണ് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ. ഞാൻ നിങ്ങൾക്ക് ഈ പ്രിക്കോഷൻ തരാൻ കാര്യം, ഇതിപ്പോൾ യോഹന്നാൻ 16:19 വചനമാണ്. യോഹന്നാൻ 16:19, യോഹന്നാൻ 16:20 വീട്ടിൽ പോയി വായിക്കണം. ഇത് തമ്മിൽ ലിങ്ക് ചെയ്യേണ്ടതാണ്. ഈശോയുടെ ആബ്സൻസിനെ കുറിച്ചാണ് അവിടെ പറയുന്നുണ്ടെങ്കിലും അനുഭവ ക്രിസ്തീയ ജ്ഞാനമുണ്ട്, ക്രിസ്തുവിജ്ഞാനിയം, അനുഭവ ക്രിസ്തുവിജ്ഞാനിയം, എക്സ്പീരിയൻഷ്യൽ ക്രിസ്റ്റോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവും നമ്മളും തമ്മിൽ ജീവിക്കുമ്പോൾ വാട്ട് വി ഫീൽ, നമുക്ക് എന്നാ ഫീൽ ചെയ്യണത്, അതാണ് എക്സ്പീരിയൻഷ്യൽ ക്രിസ്റ്റോളജി എന്ന് ഞാൻ പലപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവും നമ്മളും തമ്മിൽ ജീവിക്കുമ്പോൾ ഈ ഗ്യാപ്പ് നമുക്ക് ഫീൽ ചെയ്യും, അല്പസമയത്തിൻ്റെ ഗ്യാപ്പ്. ഇത് സ്പേസ് ആണെന്ന് പറഞ്ഞു. എന്തിൻ്റെ? ഫെയ്ത്തിൻ്റെ സ്പേസാണ്.
ഇത് ഫെയ്ത്ത് ഇവിടെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലായിട്ട് ക്രിസ്തു പ്രസൻ്റ് ആകും. ഫെയ്ത്ത് വഴിയാണല്ലോ പ്രസൻ്റ് ആകണത്. അപ്പോൾ എന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് ഈ ഗ്യാപ്പ് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണുകയില്ല. വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങളെന്നെ കാണും. പക്ഷേ നമ്മൾ ഇപ്പോൾ അച്ഛനൊരു 21 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. 21 ലക്ഷം. എൻ്റെ തന്നെ ജീവിതത്തിൽ ഞാൻ ഓരോ നിമിഷവും ക്രിസ്തുവുമായിട്ട് റെഫർ ചെയ്താണ് ഓരോ മൂവ്മെൻറ്റും ചെയ്യണത്, ചിന്തിക്കണതും ആലോചിക്കുന്നതും വെറുതെ ഇരിക്കുമ്പോൾ ഓർക്കുന്നതും എല്ലാം ക്രിസ്തു തന്നെയാണ്. ദിനങ്ങളിൽ സംഭവിക്കുന്ന വിഷയങ്ങളെ ഞാൻ വിലയിരുത്തുന്നതും എല്ലാം ഈ ഒരൊറ്റ മർമ്മത്തിലാണ് ഉള്ളത്. നമുക്ക് മനസ്സിലാകണ ഒരു സത്യമെന്ന് പറയണത് ഈ ഗ്യാപ്പ് പോയിൻ്റല്ലേ, ആബ്സെൻസ് ഗ്യാപ്പ്. അതായത് നമുക്ക് ദൈവത്തെ നമ്മൾ കിടന്ന് വേദനിക്കുന്നു, രോഗപ്പെടുന്നു, സങ്കടപ്പെടുന്നു, മറ്റുള്ളവർ നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യം നമ്മുടെ മേക്കിട്ട് കയറുന്നു, നമുക്ക് സ്വസ്ഥതയില്ല, സ്വൈര്യമില്ല, ഉറക്കമില്ല, ഇങ്ങനെ പോകുമ്പോഴും പണവുമില്ല, ദാരിദ്ര്യവുമാണ്, ചിലപ്പോൾ കടവും വരും, ചിലപ്പോൾ കടക്കാർ വീടിൻ്റെ വാതിക്കൊന്നും മാറുന്നില്ല, നമുക്ക് എന്തിനെന്നറിയാൻ ഓടണം, നിൽക്കണം, കടലിൽ ചാടണം, ഒരു പിടിയുമില്ല. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹൗ ക്യാൻ വി പ്രേ? നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കറണ്ട് പോണ പോലെയല്ല ക്രിസ്തു പോണത്, ദൈവം പോണത് അങ്ങനെയല്ല. കറണ്ട് പോകുമ്പോൾ ഒരു പോക്കും അങ്ങോട്ട് പോകും. ചോദിക്കുമ്പോൾ പറയും അതൊക്കെ ഇതൊക്കെ വഴികൾ ടച്ച് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് മെയിൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണെന്ന് പറയും. കറണ്ടില്ലാത്ത എന്നാണെന്ന് പറഞ്ഞിട്ട് ഇന്നിട്ട് പോയിച്ചിൽ വരുമ്പോൾ ചോദിക്കുമ്പോൾ പറയും ഇന്ന് ടച്ച് ബെഡാണ്, പത്രത്തിലുണ്ടായിരുന്നു, ഇന്ന് ടച്ച് ബെഡാണ്, അതുകൊണ്ട് മെയിൻ ഓഫാണ്, 5 മണിക്കേ വരത്തുള്ളൂ, ഒരു പൊക്കും പോയിരിക്കുകയാണ്. ഇങ്ങനെ ദൈവം ഒരു പൊക്കും ഒരിക്കലും പോകത്തില്ല, കറണ്ട് പോണ പോലെ പോകത്തില്ല, അത് ഓർത്തേക്കണം. there will be a certain amount of voltage there. ഇത് സെൻസ് ചെയ്യാനുള്ള വിശ്വാസിയുടെ കഴിവാണ് വിശ്വാസമെന്ന് പറയണത്. ഇത് പാരമ്പര്യമല്ല, ഇത് അനുഭവജ്ഞാനത്തിലാണ്. നമ്മൾ ദൈവം ഒരിക്കലും ഇട്ടച്ചും പോകത്തില്ല. അതെപ്പോഴും കാര്യം നമ്മൾ വിശ്വസിക്കണ എന്തിലാ? നമ്മൾ ഇപ്പം ഈശോ തന്നെ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോകും എന്ന് പറഞ്ഞില്ലേ. ഈശോ വിശ്വസിച്ച എന്തിലാണ്? ഈശോയ്ക്ക് ഫീൽ ചെയ്ത ഒരു സത്യമുണ്ട്, നിങ്ങളെല്ലാവരും എന്നെ ഇട്ടേച്ചും പോകും, പക്ഷെ ഞാൻ ഏകനല്ല, പിതാവ് എന്നോട് കൂടെ ഉണ്ട്. കൈയിടിച്ച് കർത്താൻ യോഹന്നാൻ 16:32. യോഹന്നാൻ 16:32. ശ്രുതികട ഹല്ലേലൂയ. അപ്പൊ യോഹന്നാൻ 16:32 ഈശോ ഫീൽ ചെയ്ത ഒരു സത്യമുണ്ട്. ഈശോ സമ്പൂർണമായ മനുഷ്യത്വത്തിലും ദൈവത്തിലുമാണ്, ഈ മനുഷ്യാവസ്ഥയിലാണ്, ഈ ഹ്യൂമൻ റിയാലിറ്റിയിലാണ് ഈശോ അത് ഫീൽ ചെയ്തത്. എന്താ ഈശോ ഫീൽ ചെയ്തത്? നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ചും പോണ കാലമുണ്ട്, എൻ്റെ ആരോഗ്യം എന്നെ ഇട്ടച്ചും പോകും അല്ലേ, എൻ്റെ പൊന്നും എന്നെ ഇട്ടച്ചും പോകും, എൻ്റെ വെള്ളിയും എന്നെ ഇട്ടച്ചും പോകും. 10 ദിവസം പറഞ്ഞില്ലേ, കൂടപ്പറപ്പുമാരും ഉറ്റവരും ഉടയവരും ഒക്കെ ഇട്ടച്ചും പോകും, എല്ലാവരും ഇട്ടച്ചും പോകും. ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, എല്ലാവരും ഇട്ടച്ചും പോകുന്ന ഒരവസ്ഥ. പച്ചക്കുമില്ല പഴുത്തതിനൊരു സ്നേഹിക്കാൻ മാത്രം ഉണ്ടായി ഈശോനെ പോലെ ഇട്ടച്ചും പോയി വരും. നമ്മുടെ അവസ്ഥ പറഞ്ഞിട്ട് കാര്യമുണ്ട, അതാണ് സംഭവം, ഇട്ടച്ചും പോകും. ഇത് നമ്മൾ പ്രീസപ്പോസ് ചെയ്യണം. ഈശോ പറഞ്ഞ ഒരു വാക്കാണത്. 16:32 എല്ലാവരും എന്നെ ഇട്ടച്ചും പോകും. എന്നിട്ട് ഈശോ എന്നാ പറഞ്ഞത്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? എങ്കിലും ഞാൻ ഏകനല്ല. എന്താണ് കാരണം? പിതാവ് എന്നോട് കൂടെയുണ്ട്. ആ പിതാവിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനം അതാണ്. whatever happens to you, I will not forsake you, I will be with you. എന്തൊക്കെ നിനക്ക് സംഭവിച്ചാലും ഞാൻ നിന്നെ ഒരു കാലത്തും ഇട്ടച്ചും പോകുന്നില്ല. കൈ ഇട്ടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത് ആന്തരികമായ ഒരു ബോധ്യമാണ്. ശരിക്കും നമുക്ക് ക്രിസ്തുവിൽ വളരുന്നതനുസരിച്ച് കൊണ്ട് നമ്മളെ വിശ്വാസത്തിനേക്കാളുപരി നമുക്കറിയാമല്ലോ, വിശ്വാസം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? അറിവിൽ നിന്നാണ് നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. അറിവ് എവിടെ നിന്ന് വരും? ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരും അല്ലേ. ചെവി ഒരു അറിവ് തരുന്ന സംഭവമാണ് അല്ലേ. അതാണ് വിശ്വാസം. കേൾവിയിൽ നിന്നൊക്കെ പറഞ്ഞില്ലേ, ആര് പറഞ്ഞു? പൗലോസ് പറഞ്ഞില്ലേ 10:17 വിശ്വാസം കേൾവിയിൽ നിന്ന് പറഞ്ഞേ.
വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നും, വചനങ്ങളിൽ നിന്നുമാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord. Praise the Lord. അപ്പോൾ സെന്റ് പോൾ 10:17, റോമ 10:17, വിശ്വാസം കേൾവി നിന്ന് പറഞ്ഞേ. വിശ്വാസം കേൾവിയിൽ നിന്ന്, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിലുമാണ്. പ്രസംഗങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ വചനങ്ങളിൽ നിന്നാണ്. വെറുതെ ചുമ്മാ കേൾവിയല്ല, യേശുക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണം. അതാര് പറഞ്ഞാണ് സെന്റ് പോൾ കേട്ടത്? എസ്തപ്പാൻ പറഞ്ഞ് കേട്ടതാ. എസ്തപ്പാൻ ഇങ്ങനെയല്ല കൊന്നത്. ഇങ്ങനെ കൊല്ലാൻ പിടിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞ വചനങ്ങളിൽ നിന്നാണ് ഇങ്ങനെ വിശ്വാസം കിട്ടണത്. വിശ്വാസം എവിടുന്ന് വരുമെന്നൊരു പിടിയില്ലേ, എപ്പോഴും വരും. അപ്രതീക്ഷിത. ഇയാളെ ഇങ്ങനെ കല്ലെറിഞ്ഞ് കൊല്ലണ ഒരു മനുഷ്യൻ കല്ലെറിഞ്ഞ് ചാകണതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ക്രിസ്തുവചനങ്ങളുണ്ട്. അതിൽ നിന്നാണ് ഈ മനുഷ്യൻ വിശ്വാസം കിട്ടുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്റ്റെഫാനോസിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സ്റ്റെഫാനോസിൽ നിറഞ്ഞ അത്യുന്നത ശക്തി അഭിഷേകമായി എന്നിൽ നിറഞ്ഞിടട്ടെ. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുൻപിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി. സഹനത്തിൻ നടുവിൽ മരണത്തിൻ മുൻപിൽ സ്വർഗത്തെ ദർശിച്ച ആത്മശക്തി. താതന്റെ വാഗ്ദാനമേ പരിശുദ്ധരൂപമേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധരൂപമേ. ഉന്നത ശക്തിയെ നിത്യസഹായകൻ ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായകൻ ഞങ്ങളിൽ നിറയണമേ. പക്ഷെ പത്രോസിന് വിശ്വാസം കിട്ടിയതിന് ശേഷം, പത്രോസിനും വിശ്വാസം കിട്ടിയത് കേൾവിയിൽ നിന്നാണ് കിട്ടിയത്. പക്ഷേ ഈ വിശ്വാസത്തെ പത്രോസ് അറിവിനെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരും. അതാണ് പത്രോസിൻ്റെ വിജയത്തിൻ്റെ ഒരു കാരണം. അറിവിനെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരും. പത്രോസിനോട് അന്ത്രയോസാണ് പറഞ്ഞത്, ഞങ്ങൾ മിശിഹായെ കണ്ടുവന്ന്. ഞങ്ങൾ മിശിഹായെ കണ്ടുവന്ന് പറഞ്ഞത് ആരാണ്? അന്ത്രയോസാണ്. അപ്പോഴും ഉടനെ അന്ത്രയോസ് പറഞ്ഞത് കേട്ടാണ് ഈ മനുഷ്യൻ ക്രിസ്തുവിലേക്ക് വരണത്. പക്ഷെ വന്നതിന് ശേഷം പത്രോസിനുണ്ടായ മാറ്റമെന്ന് പറയണത്, പിന്നീട് ഈ ഒരു മനുഷ്യൻ കുളിക്കാൻ പോലും പോയിട്ടില്ല, ഒരിടത്തും പോയിട്ടില്ല. കുളിക്കാൻ പോയിടും ഞാൻ ഭംഗിവാക്ക് പറഞ്ഞതാണ്. ഈ മനുഷ്യൻ ഒരിടത്തും പോയിട്ടില്ല. അതൊരു വല്ലാത്ത ഒരു പണിയാണ്. ഈ മനുഷ്യൻ ഒരിടത്തും പോയില്ല. കർത്താവ് ജെറുസലേം വിട്ട് പോരെന്ന് പറഞ്ഞിട്ട് മരിക്കണ സമയത്ത് മാത്രമേ പോയുള്ളൂ. ആ റോമിൽ ആ മരണമെന്ന് നേരത്തെ പറഞ്ഞ കാരണം മരിക്കണ സമയത്ത് മാത്രമേ ഈ മനുഷ്യൻ പോയുള്ളൂ. പിന്നെ കുറച്ച് നാൾ കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ടായിരുന്നു, അന്ത്യോക്യയിൽ. അല്ലാതെ പരമാവധി കർത്താവ് പറഞ്ഞ ഇടത്ത് തന്നെ ആ മനുഷ്യൻ നിൽക്കിയിരുന്നു. ഒരു വല്ലാത്തൊരു മനുഷ്യനാണ് ഈ. ഞാൻ എപ്പോഴും പറഞ്ഞ കർത്താവ് ഈ പത്രോസിൻ്റെ വിശ്വാസത്തിൽ അഭിഷേകം ചെയ്യണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 താതന്റെ വാഗ്ദാനമേ പരിശുദ്ധരൂപമേ, താതന്റെ വാഗ്ദാനമേ പരിശുദ്ധരൂപമേ. ഉന്നത ശക്തിയെ നിത്യസഹായകൻ ഞങ്ങളിൽ നിറയണമേ. ഉന്നത ശക്തിയെ നിത്യസഹായകൻ ഞങ്ങളിൽ നിറയണമേ. പത്രോസിൻ്റെ കാര്യം വരുമ്പോഴേ, പത്രോസിൻ്റെ വിശ്വാസം കേൾവി കഴിഞ്ഞിട്ട് പിന്നീട് വരുന്നത്, ഇതിനെ ബോധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് സ്നേഹമാണ് പത്രോസിൻ്റെ. അത് പൗലോസ് അതിനെക്കുറിച്ച് തിയറി പറഞ്ഞിട്ടുണ്ട്. സ്നേഹമെല്ലാം വിശ്വസിക്കുന്നു. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തു എല്ലാം ആയതുകൊണ്ട് ക്രിസ്തുവിനെ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നതിന് പകരം പറഞ്ഞ വാക്കാണ് 1 Corinthians 13:7, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു.
എല്ലാം വിശ്വസിക്കുന്ന, ആ വചനപ്രകാരം എല്ലാം വിശ്വസിക്കുന്ന ഒരു പക്ഷേ ഒരേ ഒരാളാണ് ഈ പത്രോസ് എന്ന് പറയുന്ന ആൾ. നിങ്ങളുടെ ജീവിത സമ്മർദ്ദങ്ങളൊക്കെ നിങ്ങൾ ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ട്, സാക്ഷ്യവും നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ സാക്ഷ്യത്തെക്കാൾ വലുത് കർത്താവിനോട് ചോദിക്കണം. ഉടമ്പടിയിൽ എഴുതുമ്പോൾ ഒന്നാമത്തെ കാര്യം പറയണം, അപ്പാ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ തരണം, അമ്മേ ഞങ്ങൾക്ക് ക്രിസ്തുവിനെ തരാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തെല്ലാം വിഷയങ്ങളുണ്ടായാലും കുറച്ച് കാലാവസ്ഥ മോശമാണെന്ന് വിചാരിച്ചോ, ഗ്രഹണമാണെന്ന് തന്നെ വിചാരിച്ചോ. ഇപ്പോൾ സൂര്യഗ്രഹണമില്ല, അതുപോലെ ഗ്രഹണം, ജീവിതം, എക്ലിപ്സ്, ചിലപ്പോൾ സ്പിരിച്വൽ എക്ലിപ്സ് സംഭവിക്കും. നമുക്ക് സൂര്യനെ കാണാൻ പാടില്ലാത്ത ഇരുട്ടിൻ്റെ കാലമുണ്ടാവും. ദൈവത്തിന് ഒരു പിടിയും കിട്ടാത്ത, പ്രാർത്ഥിക്കാൻ പോലും തോന്നാത്ത ചില ഇരുട്ടിൻ്റെ കാലം. അപ്പോൾ വർക്കൗട്ട് ചെയ്യണത് വിശ്വാസമല്ല, അപ്പോൾ വർക്കൗട്ട് ചെയ്യണത് സ്നേഹമാണ്. അപ്പോൾ ദൈവത്തെ കാണുന്നില്ല, പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല, നമുക്കാരുമില്ല, നമ്മൾ വിശ്വസിക്കുന്ന പോലുമെല്ലാം നമുക്കതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ന് വിചാരിക്കുന്ന സമയത്തും സ്നേഹം ഉണ്ടെങ്കിൽ നിനക്ക് ഈ ഷെയ്ഡായി കിടക്കുന്ന, ഡോർമൻ്റായി കിടക്കുന്ന, സ്ലീപ്പിംഗായി കിടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് സെൻസ് ചെയ്യാം. അപ്പോൾ ഒരിക്കലും നിന്നെ അനാഥമായി പോയി എന്ന് നമുക്ക് തോന്നത്തില്ല. അതിന് ഏറ്റവും നല്ലത് വിശ്വാസത്തെക്കാളുപരി സ്നേഹമാണ് നല്ലത്. നിങ്ങൾ ക്രിസ്തുവുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സ്നേഹഫലങ്ങളാൽ അഭിഷേകം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അമ്മയുടെ മധ്യസ്ഥവും പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്നെ അനുഭവിക്കാൻ സാധ്യതയില്ലാത്ത സമയത്തും അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവസ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി പ്രകാരമുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങളില്ലേ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, രോഗി ശുശ്രൂഷകൾ, ഇതിങ്ങനെ ടെക്നിക്കലായിട്ട് ഇങ്ങനെ സാങ്കേതികമായിട്ട് എണ്ണാൻ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ റിലേഷൻ അല്ല നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ളത്. ക്രിസ്തുവുമായിട്ടുള്ളത് സിൻസിയർ ആൻഡ് ഇമോഷണൽ റിലേഷനാണ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി വേണം എൻ്റെ സഹോദരങ്ങൾ ഈ ഉടമ്പടി പ്രകാരം വാഗ്ദാനം പാലിച്ച് പോകേണ്ടത്, ദൈവസ്നേഹത്തോടെ. എന്നിട്ട് ഓരോ സംഭവങ്ങളും ചെയ്തു കഴിയുമ്പോൾ കർത്താവേ നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും എന്നെ സ്നേഹത്തിൽ വളർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. കാര്യം നമ്മൾക്ക് നെറ്റ് ഇഫക്റ്റായിട്ട് നമ്മൾ നേടിയതല്ല. ഇപ്പം നിൻ്റെ മകൾക്ക് ജോലി കിട്ടി, നല്ല കാര്യം, അവളെ കൊണ്ട് നമ്മുടെ കടങ്ങൾ പരിഹരിച്ചു, അവളെ കല്യാണം കഴിപ്പിച്ച് വിട്ടു, അവൾക്ക് കുഞ്ഞ് ജനിച്ചു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മരിച്ചു, 30-40 കൊല്ലം കഴിയുമ്പോൾ അവളും മരിച്ചു, അവളുടെ കുഞ്ഞുങ്ങളും മരിച്ചു, നമ്മുടെ വീടും നാട്ടുകാരെ വേറെ താമസിച്ചു. നിങ്ങൾ വലിയ ബഹളം ഉണ്ടാക്കി വെക്കണ വീടില്ലേ,
നിങ്ങൾ മരിച്ച് ഒരു 50 കൊല്ലം വരുമ്പോൾ ചോദിക്കണം ഇവിടെ ആരാ താമസിക്കണമെന്ന്. വല്ല നാട്ടുകാരുമായിരിക്കും. ഇതൊക്കെ പോകും, ഇതെല്ലാം പോകും. വാട്ട് എവർ യു ഗെയിൻ ഇറ്റ് വിൽ ലോസ്. ലോസ് ചെയ്യാത്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ക്രിസ്തു. കൈയിടിച്ച് കർത്താൻ സ്വല്ലിയ. യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി എല്ലാം ഞാൻ കുപ്പയായി കരുതണം എന്ന് പറയണത്. എൻ്റെ അർത്ഥം എന്താണ്? നിത്യത വരെ നിലനിൽക്കുന്നത് ക്രിസ്തുവാണ്. നമ്മളത് കോടാനുകോടിയുടെ സ്വത്ത് ചുമ്മാ നക്കാപ്പിച്ച കാശിന് വാങ്ങിക്കുക. പക്ഷെ ചെയ്യണത് എങ്ങനെയാണ് വാങ്ങിക്കണത്? ഓരോ കാര്യവും ഉടമ്പടി പ്രകാരം ക്രിസ്തുവിന് വേണ്ടി ചെയ്യുമ്പോൾ, നിബന്ധനകൾ നിറവേറ്റുമ്പോൾ, അതുപോലെ തന്നെയുള്ള പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ, അതിലൂടെയെല്ലാം കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടുന്ന പോലെ നിങ്ങളുടെ കണ്ണ് ക്രിസ്തുവിലായിരിക്കണം. ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാണെന്നുള്ള ആ സ്നേഹത്തിൽ വേണം ഇതെല്ലാം ചെയ്ത് കൂട്ടാൻ. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ടാൽ ചിലർ കളിയാക്കും, കുറച്ച് ആക്ഷേപിക്കും. കുറച്ച് പേര് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വലിയ നല്ല കാര്യമാണ്. എന്താ കാര്യം? നമ്മൾക്ക് ക്രിസ്തുവിന് വേണ്ടി സഹിക്കാനോ സമർപ്പിക്കാനോ നമുക്ക് അത് സ്നേഹത്തിലാണ് അതെല്ലാം നമ്മൾ ചെയ്യണത്. അതെല്ലാം സ്നേഹത്തിൽ. കാര്യം സ്നേഹം അവസാനം വരെ നിലനിൽക്കണ എന്താ? സ്നേഹം. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവയിൽ സ്നേഹം നിലനിൽക്കുന്നു. 1 കൊരിന്ത്യർ 14:1 അല്ലേ? 1 കൊരിന്ത്യർ 14:1 വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഈ വിശ്വാസം, പ്രത്യാശ നമുക്ക് ഈ ലോകത്ത് വേണ്ടതാണ്. പക്ഷെ നിലനിൽക്കണം, നിത്യത വരെ നിലനിൽക്കുന്നത് എന്താണ്? സ്നേഹമാണ്. അപ്പം അതുകൊണ്ട് ഈ സ്നേഹം ആർജിക്കുക എന്നുള്ളതായിരിക്കണം ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിമായിട്ട് വരേണ്ടത്. എന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും ക്രിസ്തുവുമായി നിത്യത വരെ ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള ദൈവസ്നേഹത്താൽ ഉടമ്പടി പ്രകാരം ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അത്താഴമേശയിൽ അനവധി നൊമ്പരം ആരും കാണാതെ കരളിലൊതുക്കിയ കരുണാദ്ര മനസ്സുള്ള ഈശ്വരനാഥാ, നിന്റെ ശരീരം എനിക്കു നൽകാൻ എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കൾ, അച്ഛൻ പറഞ്ഞ ഈ വിഷയത്തിൽ വളരെ സീരിയസ് ആയിട്ട് ധ്യാനിക്കണം ഈ നോൻപ് കാലത്ത്. എന്തിനെക്കുറിച്ചാണ്? ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ച്. എന്താണെന്നറിയാമോ? ഞാൻ എപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അപ്പായും ഈശോയും തമ്മിൽ എങ്ങനെയായെന്ന് റിലേഷൻ എന്നാണ് ഞാൻ എപ്പോഴും ധ്യാനത്തിൽ അന്വേഷിക്കുന്നത്. രാത്രി ചില സമയത്ത് 2 മണിക്കൊക്കെ എഴുന്നേൽക്കേണ്ടി വരുമോ? അപ്പോഴും ഒരു ജപമാല ചൊല്ലിയിട്ട് തിരിച്ച് കിടക്കുമ്പോഴും ഞാൻ അപ്പോഴും ഈ വിഷയം ചിന്തിക്കും, അപ്പായെക്കുറിച്ച് ചിന്തിക്കും. ഏറ്റവും നിങ്ങൾ ഈ നോൻപ് കാലത്ത് അപ്പായെക്കുറിച്ച് കൂടെ ചിന്തിക്കണം. അപ്പാ സൂപ്പറാണ്, അപ്പായ ആണ് എല്ലാമെന്ന് വേണേൽ പറയാം. നമുക്ക് അമ്മയെ ഈശോനെ തന്നതും ഈശോയെ വഴി ഇങ്ങനെ വളരെ ഒരു ഇൻറ്റിമസി ആയിട്ട് നമുക്ക് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നിട്ട് അത് അപ്പായുടെ അദമ്യമായ ആഗ്രഹമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാന തിരുവോസ് എഴുന്നള്ളി വന്നിട്ട് നമ്മളത് ഈശോനെ സ്വീകരിക്കുമ്പോൾ ഈശോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ രക്തത്തിലും മാംസത്തിലും ആ ചൈതന്യം നിറഞ്ഞു നിൽക്കുമ്പോൾ ഈശോ പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്കായിരിക്കത്തില്ല, അതിൻ്റെ കൂടെ അപ്പായ ഉണ്ടാവും, പരിശുദ്ധാത്മാവ് ഉണ്ടാവും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 എൻ്റെ ശരീരം യേശുവേ 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 ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. കർത്താവ് കുരിശിൽ കിടക്കുന്ന ഭാഗങ്ങളിൽ, അതായത് ഈശോ മരിക്കണത് 3 മണിക്കാണ്, പക്ഷെ തറക്കപ്പെടുന്നത് 12 മണിക്കാണ്. ഈ നട്ടുച്ച നേരത്ത് കർത്താവിൻ്റെ മാംസം വലിച്ചു കീറി കുരിശിൽ ഇങ്ങനെ തിളച്ച് തൂങ്ങണ സൂര്യൻ്റെ താഴെ ഇങ്ങ് ഉയർത്തി നിർത്തുമ്പോഴേ പ്രജ്ഞ പോലും മരവിച്ചു പോകും. ആ സമയത്ത് ദൈവം ഇല്ലെന്ന് പോലും നമുക്ക് തോന്നുന്ന ഒരു സമയമാണ്. അതാ വേദന ഇങ്ങനെ വരുമ്പോഴേ അങ്ങനെ തോന്നിപ്പോകും മനുഷ്യന്. മനുഷ്യാവസ്ഥ ഈ മാംസത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. മാംസത്തെ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ റിലേയും പോകും. അപ്പോൾ ഈശോയ്ക്ക് റിലേ പോയ ഒരു സമയം ഉണ്ടായി. അത് മനസ്സിലാക്കണം നിങ്ങൾ. മനുഷ്യന് മാത്രമല്ല. എന്നിട്ട് അപ്പാ എന്ന് വിളിച്ചു, അപ്പാ എന്നെ എന്തുകൊണ്ടാണ് എലോയ് ലാമ സബക്താനി, എന്തുകൊണ്ടാണ് എന്നെ നിങ്ങളെല്ലാവരും എന്നെ ഇട്ടച്ച് പോണ സമയം ഉണ്ടാകും, എങ്കിലും ഞാൻ ഏകനല്ല, പിതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ ആൾ തന്നെ വേദന കയറുമ്പോൾ പറയുന്ന വാക്ക് കേട്ടില്ലേ? അതാ മനുഷ്യാനുഭവം എന്ന് പറയണത്. മാംസത്തിന് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കർത്താവ് മാംസം എടുത്തത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണത്. ആർക്ക് വേണ്ടിയാ? നമ്മൾക്ക് പകരക്കാരനായിട്ട്. അപ്പം മത്തായി 27:46 എന്നാ പറയണത്? എലോയ് എലോയ് ലമാ സമുക്താനി, എന്തുകൊണ്ട് ഇപ്പം ദൈവം ഉപേക്ഷിച്ചെന്ന് നമ്മൾ തോന്നുന്ന സമയം. ഞാൻ എന്തിനാ ഇങ്ങനെ പറയണമെന്നറിയാവോ? നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും രോഗവും വേദനയും വിഷമവും അല്ലെങ്കിൽ അയൽവാസികളുമായിട്ടുള്ള കടിപിടി അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴേ പ്രാർത്ഥിച്ചിട്ടും ഒക്കാണ്ട് വരുമ്പോഴേ എനിക്ക് ദൈവം പോലും ഒന്നും ഇല്ലെന്ന് നമുക്ക് തോന്നണില്ലേ? അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഉള്ളപ്പോൾ അത് മഹാകാര്യമായിട്ട് സംഭവിക്കരുത്. ഈ മാംസത്തിൻ്റെ ഒരു നേച്ചറാണ്, പ്രകൃതിയാണത്. പ്രകൃതിയിൽ നമുക്ക് തോന്നും. കാര്യം നമ്മൾ വേദന അനുഭവിക്കുന്ന ചങ്കിലും മാംസത്തിലുമല്ലേ അനുഭവിക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ മാംസത്തിൻ്റെ പ്രകൃതി കാരണം ചില സമയത്ത് അങ്ങനെ തോന്നിപ്പോകും, ദൈവം പോലും എന്നെ. അപ്പോൾ അത് പക്ഷേ നമുക്ക് കൂട്ടുണ്ട്, ഈശോ കൂട്ടുണ്ട്. ഈശോ നമുക്ക് കൂട്ടുണ്ട്. ഈശോ നമുക്ക് സമനായെന്ന് പറയുമ്പോഴേ എല്ലാ കാര്യത്തിലും സമനായെന്നാണ് എഴുതിയിരിക്കുന്നത്. പാപം ഒഴികെ അവൻ എല്ലാ കാര്യത്തിലും. ദാറ്റ് മീൻസ് നമ്മളുടെ കാതരതകളിലെല്ലാം, ഫ്രജിലിറ്റി, അതിലെല്ലാം ഈശോ നമ്മുടെ കൂടെ ഉണ്ട്. കൈയടിച്ച് കർത്താണ് യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോട് നിത്യം വസിച്ചിടുക. സ്വയം ഭോജ്യമായി നൽകിയ സ്നേഹിതരോട് നിത്യം വസിച്ചിടുക. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പക്ഷേ ഇങ്ങനെ ഒരു ഫ്രജിലിറ്റി തോന്നുമ്പോൾ തന്നെ അച്ഛൻ മുമ്പ് പറഞ്ഞില്ലേ, ഈ ഗ്യാപ്പ് വന്ന് നമുക്കൊരു ആബ്സൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യണ സമയമാണ്. വേദന കൊണ്ട് നമുക്ക് തോന്നിപ്പോണ സമയമാണ്. പക്ഷേ എന്താണ് ദൈവത്തിൻ്റെ നേച്ചറ്? ഈ മാംസത്തിൻ്റെ നേച്ചറിൽ നമുക്ക് ദൈവം നമ്മളെ കൈവിട്ടെന്ന് തോന്നും. പക്ഷെ ദൈവത്തിൻ്റെ നേച്ചർ എന്താ? കൈവിടാത്തതാണ് ദൈവത്തിൻ്റെ നേച്ചറ്. മാംസത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് നമുക്ക് വേദന കൂടുമ്പോൾ ദൈവം കൈവിട്ട പോലെ നമുക്ക് ദൈവം കൈവിടത്തില്ല. പക്ഷേ വി വിൽ ഫീൽ സോ, നമുക്കങ്ങനെ തോന്നുന്നതാണ്. ദൈവം കൈവിടത്തില്ല. ദൈവം വചനത്തിൽ നിന്ന് മാറി നിൽക്കത്തില്ല ഒരിക്കലും. കാര്യം അവനെ വഞ്ചിക്കാൻ അവന് പറ്റത്തില്ല. അവൻ്റെ വാക്കിനെ വഞ്ചിക്കാൻ അവന് പറ്റുമോ? പറ്റത്തില്ല. ദൈവം ഒരിക്കലും ഉപേക്ഷിച്ച് ചെയ്ത് കളയത്തില്ല. പക്ഷെ നമ്മുടെ വേദന കൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ഈശോയ്ക്ക് ഫീൽ ചെയ്തില്ലല്ലോ.
ഹലോ ലാമാ സബക്താനി എന്ന് ചോദിച്ചില്ലേ? ഈശോക്ക് ഫീൽ ചെയ്തില്ല. അപ്പായുണ്ട്, പക്ഷേ വേദനയുടെ ചുളുചുള കുത്തണ കാരണം അപ്പായുടെ സ്നേഹം ഫീൽ ചെയ്യണില്ല. ഇപ്പം പഞ്ചാരക്ക് മധുരമുണ്ട്, നമുക്ക് പനിയായത് കാരണം മധുരം നമുക്ക് ഫീൽ ചെയ്യണില്ല. അത് അത്രയുള്ള കാര്യം. നമുക്ക് കറക്കും ചോറിനും ഒക്കെ രുചിയുണ്ട്, പക്ഷെ നമുക്ക് പനിയാണ്, അത് കാരണം നമുക്ക് ഫീൽ ചെയ്യണില്ല. അത് നമ്മളുടെ പ്രശ്നമാണ്, ദൈവത്തിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ എപ്പോഴും ഓർത്ത്, അപ്പം അങ്ങനെ ഒരു പ്രശ്നത്തിലാണെങ്കിൽ പോലും നമ്മളുടേതായിട്ടുള്ള വേദനയുടെ പ്രശ്നത്തിലാണ് ദൈവത്തെ ഫീൽ ചെയ്യണില്ല എങ്കിലും എൻ്റെ മക്കൾ, അവിടെയാണ് ഈ വിശ്വാസത്തെക്കാളുപരി സ്നേഹം വരേണ്ടത്. അപ്പം നിങ്ങൾ ആന്തരിക ബോധ്യത്തിൽ പറയണം, ഒരിക്കലും എനിക്കിപ്പോൾ എൻ്റെ വേദന കൊണ്ട് എനിക്ക് ഫീൽ ചെയ്യാത്തതാണ്, എൻ്റെ അപ്പ എന്നെ ഒരിക്കലും അനാഥമായി വിടത്തില്ല. ഈശോയും പറഞ്ഞിട്ടില്ലേ 14:18 യോഹന്നാൻ 14:18 അല്ലേ? ഞാൻ നിങ്ങളെ അതാണ് സംഭവം. ദൈവം നമ്മൾ ഒരിക്കലും, നമ്മൾക്ക് ജപ്തി നടപടി വരുന്നു, അല്ലെങ്കിൽ വൈഫ് ആശുപത്രിയിലാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കുടലിന് ഓപ്പറേഷനാണ്, നമുക്കതിന് പൈസ പോലും ആശുപത്രി അടക്കാൻ കിട്ടുന്നില്ല, നമ്മൾ പരക്കം പാഞ്ഞ് പ്രാന്തനപ്പം നടക്കണം, വാട്ടർ എവറിത്തിങ്. ആ സമയത്തും ഇവിടെയൊക്കെയാണ് വിശ്വാസം 24 ക്യാരറ്റ് പെയ്യണത്. അത് അതിൻ്റെ തങ്കമാണത്, ക്യാരറ്റ് ഗുണനിലവാരം. അതായത് വിശ്വാസം പ്രഖ്യാപിക്കാൻ പറ്റാത്ത സമയം, അതായത് ദൈവത്തെ ഫീൽ ചെയ്യാത്ത സമയത്ത് ഈശോ എന്നാ ചെയ്തത്? ഈശോക്കറിയാം. ഈശോ ഇത്രയും ചുളുവിളാ കൊത്തി ഇങ്ങനെ അണിയെ തൂങ്ങി ഒരു വിറച്ചിയായിട്ട് നിന്ന് ആകാശവും ഭൂമിക്കും മറ്റും നിന്ന് തിളക്കുകയാണ്. തിളക്കുമ്പോഴും പറയും, അപ്പ എന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്കറിയാം, എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അപ്പാടെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ, അതാണ് സംഭവം. ഹീ ഫെൽറ്റ് ഇറ്റ്. എനിക്ക് അപ്പാടെ സ്നേഹം ഇപ്പം ഫീൽ ചെയ്യണില്ല, പക്ഷേ അപ്പായ്ക്ക് എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ സമർപ്പിക്കണമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതല്ലേ ഈശോ പറഞ്ഞത്? അതാണ് ലൂക്ക 23:46 ഐ കമൻഡ് മൈ സ്പിരിറ്റ്. ലൂക്ക 23:44 ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെ, ചില സമയത്ത് നമ്മുടെ രോഗമോ ക്ഷീണമോ എപ്പോഴാണ് സമർപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ ഉടനെ പറയും. കാര്യം വിശ്വാസം കൊണ്ടോ പ്രത്യാശ കൊണ്ടോ സ്നേഹം കൊണ്ടോ നമുക്ക് ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥ, ദൈവത്തിൻ്റെ സാന്നിധ്യമോ സന്ധിപ്പോ അനുഭവിക്കാത്ത വിഷയങ്ങൾ വി ഷുഡ് സബ്മിറ്റ്. നമ്മൾ ദൈവത്തിന് സമർപ്പിക്കണം. മനസ്സിലായ? അതൊക്കെയാണ് സമർപ്പിക്കേണ്ടത്. ചില കാര്യങ്ങൾ ഡെഡ് എൻഡായിട്ട് നടക്കത്തില്ല. വി ആർ ഫേസിങ് എ ഫെയ്റ്റ്. ഒരു ഫെയ്റ്റിനെ നമ്മൾ പ്രസൻസ് നമ്മൾ ഫീൽ ചെയ്യുമ്പോൾ കൈകൂപ്പി പറഞ്ഞു, ഈശോ ഒരു ഫെയ്റ്റ് ആദ്യമായിട്ട് ഒരു ഫെയ്റ്റ് ഈശോ കൺഫ്രണ്ട് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ് ഐ കമാൻഡ് മൈ സ്പിരിറ്റ്, ഞാൻ അത് സമർപ്പിക്കുന്നു. എൻ്റെ മക്കളെ, അതിലൊരു വിശ്വാസമുണ്ട്, അതിലൊരു ദൈവസ്നേഹമുണ്ട്, അതിലൊരു പ്രത്യാശയുണ്ട്, അതിനേക്കാളുപരി ഒരു ആത്മബന്ധമുണ്ട്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. അപ്പം നടക്കാത്ത വിഷയങ്ങൾ, ഈ നടക്കാത്ത വിഷയങ്ങൾ നമ്മുടെ ഉള്ളിലെ കാണാതെ ഇരിക്കുന്ന വിഷയങ്ങൾ, നമ്മുടെ മുമ്പിൽ കാണുന്നില്ല. ഈ കാണാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ സമർപ്പിക്കാനുള്ളതാണ്. മനസ്സിലായില്ലേ? ഇപ്പം CDC പാസ്പോർട്ട് തമ്മിൽ സിങ്ക് ചെയ്യുന്നില്ല, ഏജ് ഓവറായിരിക്കുന്നു, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, നമുക്കവിടെ ഗ്യാപ്പുണ്ട്, ആ സ്പേസ്. ഇങ്ങനെയുള്ള നമ്മുടെ സ്വാധീനത്തിന് അപ്പുറത്ത് വരുന്ന വിഷയങ്ങൾ, കാണാത്ത വിഷയങ്ങൾ, ദൈവത്തെ പോലും ആ മേഖലയെ കാണാത്ത വിഷയങ്ങൾ എന്തിനുള്ളതാണ്? സ്നേഹത്താൽ സമർപ്പിക്കാനുള്ള വിഷയങ്ങളാണ്. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറയുമ്പോഴേ സ്നേഹത്തിൽ വിശ്വസിക്കുന്നവരെ എന്നതിൻ്റെ അർത്ഥം. സ്നേഹത്തിൽ കാണാത്തൊരവസ്ഥയില്ല,
കാണാത്ത അവസ്ഥയിലും കാണുന്ന വിഷയത്തിൻ്റെ പേരാണ് സ്നേഹം. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. നിന്റെ ശരീരം എനിക്കു എത്രയോ ആഴത്തിൽ സ്നേഹിച്ചു നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ നാടുകളിലും വീടുകളിലുമൊക്കെ ഇരിക്കുന്ന സഹോദരങ്ങൾ ഇപ്പോൾ എഴുന്നേരുന്ന് ശുശ്രൂഷ കൂടാ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. എവിടെയെങ്കിലും ഓഫീസിൽ ജോലി ചെയ്യണവരൊക്കെ ഉണ്ടാകും, അവരെ എഴുന്നേൽക്കേണ്ട കാര്യമില്ല. പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ലോകത്ത് നിന്ന് കൊറോണ വൈറസിനെ അങ്ങ് പൂർണ്ണമായി നിഹനിക്കണമേ. പരസ്പരം പഴിചാരാതെ കുറ്റം പറയാതെ ഇങ്ങനെയുള്ള ശത്രുവിനെ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ച് പ്രതിരോധിക്കുവാൻ മനുഷ്യ സമൂഹങ്ങൾക്ക് സ്നേഹത്തിന്റെ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. 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 ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ സൗഖ്യം, സമാധാന സന്തോഷം സമാധാന സന്തോഷം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അടിവയറ്റിൽ കൈവെക്കുക. ഇന്നത്തെ സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി, ഏത് മേഖലയിൽ ഏത് രാജ്യത്തിരുന്ന് നീ ആരാധന കൂടിയാലും കർത്താവ് ഈ ആൾത്താറയിൽ സന്ദേശം നൽകുന്നതിൻ്റെ സൗഖ്യത്തെക്കുറിച്ചെന്ന്. ഇങ്ങനെ ഒരു പുതിയ സാക്ഷ്യമല്ല ഇത്. ഇങ്ങനെ ഒരു 10 കൂടുതൽ സാക്ഷ്യങ്ങൾ ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഓൺലൈനിൽ കർത്താവ് നിങ്ങളുടെ 10,000 മൈൽ അകലെ നിന്ന് ധ്യാനം കൂടുന്നവർക്ക് ഈ നിമിഷം ഇവിടെ അവർക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ കർത്താവ് അവരെങ്ങനെ തൊടുന്നു, അവരെങ്ങനെ സൗഖ്യപ്പെടുത്തുന്നു എന്നുള്ളത് ദർശനവിധി പ്രകാരം കർത്താവ് അറിയിക്കുന്ന അനുഭവമാണ് ഇന്ന് കോട്ടയത്തെ ചേച്ചി സാക്ഷ്യം പറഞ്ഞത്. അത് പുതിയൊരു കാര്യമല്ല. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന ഒരു വിഷയം. യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 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 യേശുവേ ആരാധന. ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദര രോഗമുള്ളവരാണ് ഉദരത്തിൽ കൈവയ്ക്കേണ്ടത്. ഉദര രോഗം എന്ന് പറയുമ്പോൾ അജ്ഞാത രോഗങ്ങളുണ്ട്. നമുക്ക് ചിലപ്പോൾ അറിയാത്ത രോഗമുണ്ടാകുന്ന പക്ഷെ നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള രോഗങ്ങൾ ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നമ്മൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാവുന്ന രോഗങ്ങൾ പിസ്ല, PCOD, ഫിഷർ രോഗങ്ങൾ, സിസ്റ്റ് രോഗങ്ങൾ,
ഗർഭനാളികൾ, ഫിലോപ്പിയൻ ട്യൂബ് ഒട്ടിപ്പോയത്, മുറിഞ്ഞു പോയത്, ഒരെണ്ണം എടുത്ത് കളഞ്ഞത്, അങ്ങനെയുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. അങ്ങനെയുള്ളവരൊക്കെ എല്ലാം ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മൂത്രാശയത്തിൽ കല്ല്, ഇപ്പോഴിന്ന് മൂത്രാശയത്തിലെ കല്ല് മാറിയ സൗഖ്യങ്ങൾ സാക്ഷ്യത്തിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ കുടലിലെ കുരുക്കൾ, അൾസർ രോഗങ്ങൾ, അരിസസ് രോഗങ്ങൾ, ഹെർണിയ, ആ മേഖലയിലുള്ള ഹെർണിയ രോഗങ്ങൾ, അവിടെ എല്ലാം ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ നെഞ്ചിന് അനുബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവർ നെഞ്ചിൽ ഇപ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗങ്ങൾ, വലിവ്, ശ്വാസം മുട്ടൽ, ആസ്മ, നെഞ്ചുവേദന ഉണ്ടാക്കുന്ന കാരണങ്ങൾ, ഹൃദയത്തിൻ്റെ അസുഖങ്ങളുള്ളവർ ഹൃദയ സ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പങ്ക്രിയാസിൻ്റെ രോഗങ്ങളുള്ളവർ, കരളിൻ്റെ രോഗങ്ങളുള്ള നെഞ്ചിൻ്റെ കൂമ്പിന് കൈ വട്ടം വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. കഴുത്തിന് രോഗമുള്ളവർ, സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ഇന്നും തൈറോയ്ഡ് രോഗികൾ സൗഖ്യപ്പെട്ടതിൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടതാണ്. എപ്പോഴും തളർച്ചയോടെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ, കഴുത്തിന് മുറിവുള്ളവർ, കുരുക്കളുള്ളവർ, അവൻ്റെ വേരിക്കോസ് പോലുള്ള കുരുക്കളുണ്ടായിരുന്നിട്ട് സുഖപ്പെട്ടവരൊക്കെ ഇന്ന് സാക്ഷ്യം പറഞ്ഞതാണ്. അതുകൊണ്ട് കഴുത്തിന് രോഗമുള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികളൊക്കെ. ശിരസ് സംബന്ധമായ അസുഖങ്ങളുള്ളവർ, കണ്ണിന് കാഴ്ചക്കുറവ്, ചെവിക്ക് കേൾവിക്കുറവെല്ലാം നെറ്റിക്ക് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശിരസ്സിന് മരവിപ്പ്, തലച്ചോറിലെ ബ്ലഡ് ക്ലോട്ട് ചെയ്യിക്കുന്ന അവസ്ഥ നിങ്ങൾക്കാകണമെന്നില്ല. നിങ്ങളുടെ വീട്ടിലുള്ളവർ, കിടപ്പ് രോഗികൾക്കെല്ലാം വേണ്ടി ഇപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ബ്രസ്റ്റിന് ക്യാൻസറും അതുപോലെയുള്ള രോഗികളുള്ളവരെല്ലാം ആ സ്ഥാനങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടേണ്ടതാണ് ഈ സമയത്ത്. എല്ലാം കഴിയുമ്പോൾ അവസാനം ഒടുവിലച്ചം പ്രാർത്ഥിക്കും. ഇപ്പോഴും നിങ്ങൾ അവിടെ എല്ലാം കൈവച്ച് പ്രാർത്ഥിക്കണം. വാതരോഗികളുണ്ട്, ഷുഗർ രോഗികൾ, പ്രഷർ രോഗികൾ. ഇന്ന് സാക്ഷ്യത്തിലുള്ളതാണ് പ്രഷറെല്ലാം നോർമലായെന്ന്. 10 കൊല്ലമായിട്ട് പ്രഷറിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രഷറാണ് നോർമലായത് നമ്മൾ കേട്ടതാണ്. അപ്പോഴേ പ്രഷർ രോഗികൾ, ഷുഗർ രോഗികളൊക്കെ എല്ലാം, അവന് വാതരോഗികൾ, വെരിക്കോസിന് അസുഖമുള്ളവർ, വിസർപ്പ രോഗികൾ, അങ്ങനെയുള്ളവരെല്ലാം കൈ സ്വസ്തിക പോലെ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആസകലം ശരീരം സമർപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൈ സ്വസ്തിക പോലെ വെച്ചിട്ട് നെഞ്ചിൽ പിണച്ച് വെച്ചിട്ട് കർത്താവിനെ ഹോൾ ബോഡി കർത്താവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇത് പറയാത്ത രോഗികൾ, അജ്ഞാത രോഗികൾ, അതുപോലെ ഓട്ടിസത്തിൻ്റെ കുഞ്ഞുങ്ങളുള്ളവർ, അവരെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അപസ്മാര രോഗികൾ, അതുപോലെ തന്നെ മാനസിക രോഗികൾ, പലതരത്തിലുള്ള 10,000 ഒരാൾക്കും 1,00,000 ഒരാൾക്കും വന്ന അപൂർവ രോഗികളൊക്കെ എല്ലാം ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടതാണ്. സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അമ്മയോട് മധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മാരക രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന ആരാധനയുടെ വലിയ നിമിഷമാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പാ 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 കൈ നീട്ടണമേ. അപ്പാ, ഈ രോഗികളുടെ മേലും എല്ലാ നാടുകളിലെ വിവിധ വീടുകളിരുന്നു കൊണ്ട് കണ്ണീരോടെ രോഗത്താൽ ആക്രമിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരെ കർത്താവേ, അതുപോലെ തന്നെ കൊറോണ ബാധിച്ച ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ ഐസൊലേറ്റ് ചെയ്ത് കിടക്കുന്ന മക്കളെ അപ്പാ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ കൈ നീട്ടണമേ. അങ്ങേപ്പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങേ അടയാളം കാണിക്കണമേ അപ്പാ, അത്ഭുതങ്ങൾ ചെയ്യണമേ അപ്പാ. അങ്ങേപ്പുത്രനായ യേശുക്രിസ്തു അമ്മേ, പരിശുദ്ധ അമ്മേ, എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. മാരക രോഗങ്ങൾ, തീരവേദികൾ, അപൂർവ രോഗങ്ങൾ, ചികിത്സിച്ചാൽ സുഖപ്പെടാത്ത രോഗങ്ങൾ യേശു നാമത്തിൽ അപ്പാ കൈ നീട്ടണമേ അപ്പാ കൈ നീട്ടണമേ അപ്പാ. യേശു നാമത്തിൽ സൗഖ്യം നടക്കട്ടെ. യേശു നാമത്തിൽ അടയാളം സംഭവിക്കട്ടെ. യേശു നാമത്തിൽ അടയാളം സംഭവിക്കട്ടെ. In the name of Jesus Christ, we be healed. Yes,
രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൗനമായി പ്രാർത്ഥിക്കുക മക്കളെ. ഇപ്പം കഴുത്തിന് ഇങ്ങനെ വലിഞ്ഞു കീറിയിരിക്കുന്നതും കഴുത്തിൻ്റെ ഒരു ഞരമ്പ്, പ്രത്യേകിച്ച് വലതുവശത്തുള്ള ഒരു ഞരമ്പിന് ഡാമേജ് ആയിട്ടുള്ള വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലാണ് അത് സുഖപ്പെടുന്നത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ആരാധന ആരാധന ആരാധന. ചില കുരുക്കളും പരുക്കളും ഉണ്ട്, ഒരിക്കലും ഹീൽ ചെയ്യാത്ത കുരുക്കൾ. കർത്താവ് അത് നിങ്ങളെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൗഖ്യം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മുഖത്തിൻ്റെ ഇടത് ഭാഗത്തിൻ്റെ ചിലപ്പോൾ കണ്ണിന് താഴെ ആയിട്ട് കല്ല് പോലെ ഇരിക്കുന്ന അവസ്ഥയാകാം, നീര് കല്ലച്ചതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമായാം ബൾജ് ചെയ്ത് കാണിക്കുന്നുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തുന്നു. ശ്രുതികട വീണ്ടും മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കുരുക്കളുണ്ടാകുന്ന രോഗികൾ, ശരീരം മുഴുവൻ കുരുക്കിൻ്റെ പാടുള്ളവർ ഒക്കെ പ്രാർത്ഥിക്കട്ടെ. അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ആ മേഖലകളിൽ വീണ് കർത്താവിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾക്ക് കരികരിപ്പുള്ളവരും ഇടത് കണ്ണിൻ്റെ താഴത്തെ പോള എപ്പോഴും സജ്ജനങ്ങളോ കരികരിപ്പുള്ളതോ എപ്പോഴും ചൊറിച്ചിലുള്ളതോ ചുവന്ന നിറം കാണുന്നതോ ആയിട്ടുള്ള വ്യക്തികളെ കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ. പ്രത്യേകിച്ച് ചില കുഞ്ഞുങ്ങൾ ദൈവം അവരെ ഒന്ന് പൊക്കിക്കൊടുക്കണമെങ്കിൽ ഇനി അവർ രക്ഷപ്പെട്ടോളൂ. അവരുടെ ചില പ്രത്യേക രോഗം കൊണ്ട് അല്ലെങ്കിൽ സ്വഭാവം കൊണ്ടൊക്കെ ചില സമയത്ത് അവർക്ക് എന്തെങ്കിലും അലംഭാവം വന്നു പോകാം, അല്ലെങ്കിൽ വീട്ടിൽ രോഗികളുള്ളത് കൊണ്ട് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കുഞ്ഞുങ്ങൾക്ക് വന്നു പോയി കാണാം. അതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഡൗൺ ആയി പോകും. പക്ഷെ അവർ തോറ്റു പോവുകയാണെങ്കിൽ പിന്നെ അവർ ഒരിക്കലും പൊങ്ങി വരാൻ പറ്റാത്ത അവസ്ഥകളാകാം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ പ്രത്യേകം ഇപ്പം അച്ഛനെ ആൾക്കാരിൽ ഓർക്കുകയാണ്. കർത്താവെ, കുഞ്ഞുങ്ങളെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്ന, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെല്ലാവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്ന പലതരത്തിലുള്ള പരീക്ഷകൾ ഈ മാസം നടക്കുകയാണ്. ഏപ്രിൽ മെയ് വരെ പരീക്ഷകളുള്ള കുഞ്ഞുങ്ങളുണ്ട്, ഗ്രാജുവേറ്റ് കുഞ്ഞുങ്ങളുണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, അതുപോലെ ഡിഗ്രിക്കാരുണ്ട്. അവരെല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ ഭാവികൾ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ അവരിലൂടെയാണ്. അവർക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരിയേറെ ധനങ്ങൾ വ്യയങ്ങളും മുടക്കിയിട്ടുണ്ട്, കടം മേടിച്ച് വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ രക്ഷപ്പെട്ട കുടുംബം ഭൗതികമായി രക്ഷപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കർത്താവ്, ആ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോഴും അമ്മയെ, പരിശുദ്ധ അമ്മയെ എല്ലാം അവിടെ കൂടെ അങ്ങ് പോയി ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള വിഷമത അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ജോലിയില്ലാത്തവരുണ്ട്, ജോലി ലഭിക്കാൻ സാധ്യതയില്ലാത്തവരുണ്ട്. അങ്ങനെ ഇന്ന് നമ്മളെ സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ അതിനെല്ലാം നമ്മുടെ സാധ്യത അമ്മയുടെ മധ്യസ്ഥമാണ്. അത് ഏറ്റവും അമ്മ യേശുവിൻ്റെ കരുണയും ഒരു വലിയ സാധ്യതയാണ്. അതാണ് സാക്ഷാത്കരിക്കപ്പെട്ടതായിട്ട് സാക്ഷ്യമായിട്ട് പറഞ്ഞവർ സന്തോഷിച്ച് നമ്മളെയും സന്തോഷിപ്പിച്ചത്. അതുപോലെ എല്ലാ മേഖലകളിലുമുള്ള ജീവിത അവസ്ഥകൾ, ബിസിനസ് ചെയ്യുന്നവർ,
ബിസിനസ് പരാജയപ്പെട്ടവർ, ബിസിനസ്സിൻ്റെ ബില്ല് പാസ്സാകാത്തവർ, ഫണ്ട് റിലീസ് ചെയ്ത് കിട്ടാത്തതിൻ്റെ പേരിൽ കടങ്ങൾ മേടിച്ച് വാങ്ങിച്ചിട്ട് അവസാനം ഫണ്ട് കിട്ടുമ്പോൾ കടക്കാർക്ക് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ, ജീവിച്ചുകൊണ്ട് കഷ്ടപ്പെട്ടത് കൊണ്ട് പ്രയോജനമില്ലാത്ത പലതരത്തിലുള്ള കോൺട്രാക്ടർമാർ പലതരത്തിൽ അവർ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന സമയമാണ്. അവിടെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മ വഴി ആൾത്താരെ സമർപ്പിക്കുകയാണ്. വസ്തു വിറ്റ് മാറാത്തവർ, വസ്തുക്ക് വിറ്റതിൻ്റെ കാശ് കിട്ടാത്തവർ, പ്രമാണം നടക്കാത്തവർ, ഈശോ വഴി ഇല്ലാത്തവർ, വീടില്ലാത്തവർ, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ഉണ്ടാകാൻ വേണ്ടി ശ്രുതികട്ടെ. ഹല്ലേലൂയ, ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, സമാധാനമില്ലാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭക്ഷണം ഉണ്ടായാലും സമാധാനം ഇല്ലെങ്കിൽ പിന്നെ എന്നാ ഒരു ഉറക്കം പോലും ഉണ്ടാകത്തില്ല. അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞവർ, അയൽവാസികൾ തമ്മിൽ കേസായി പോയവർ, ചില ആൾക്കാർ കൊല്ലും തല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നവർ, ആവശ്യമില്ലാത്ത ഓരോ മർക്കട മുഷ്ടി കാണിക്കുന്ന മക്കളുടെ ഉണ്ടാക്കുന്ന മാനസിക പീഡനങ്ങൾ അനുഭവിക്കുന്ന മക്കളുടെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 കർത്താവേ, പൈശാചിക ബന്ധനങ്ങളെ യേശുനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ. വിടുതലിലാത്മാവേ നിറയണമേ, അദ്വൈതയ അഭിഷേകമായി വളരണമേ. വിടുതലിലാത്മാവേ നിറയണമേ, അദ്വൈതയ അഭിഷേകമായി പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വസ്തു തർക്കത്തിലിരിക്കുന്നവർ, ഭാഗോടമ്പടി ലഭിക്കാത്തവർ, നടക്കാത്തവർ, ഭാഗോടമ്പടിക്ക് വേണ്ടി വട്ടം ചവിട്ട് നിൽക്കുന്നവർ, നമുക്കത് നടക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് വീട് പണിയാൻ പറ്റാത്തവർ, അതിൻ്റെ പേരിൽ ഇങ്ങനെ വസ്തു സാധന സാമഗ്രികൾക്കെല്ലാം വില കൂടി വരുമ്പോൾ നമുക്കിനി ഒരു കാലത്ത് ഈ സ്ഥലം കിട്ടിയാൽ പോലും നമുക്ക് വീട് പണിയാൻ സമ്പത്ത് തികയാതെ വരുന്നവർ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ഉടമ്പടി പ്രകാരം നിറവേറ്റാൻ വേണ്ടി അതിശക്തമായ സ്തുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലതരത്തിലുള്ള ഭീഷണികൾ ഓഫീസിലൊക്കെ ഉള്ളത്. ഇപ്പോൾ ഓഫീസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ പ്രൈവറ്റ് ഫേം ആയാലും അതുപോലെ തന്നെ പബ്ലിക് ഫേം ആയാലും എപ്പോഴും നമുക്ക് ഓഫീസുകളിൽ നമുക്ക് ഒപ്പോണൻസിനെ നമ്മൾ കൺഫ്രണ്ട് ചെയ്യുന്നതാണ്. പലതരത്തിലുള്ള പാര വെക്കുന്നവരും സൂചി വെക്കുന്നവരും വട്ടം ചവിട്ടുന്നവരും കുത്തിക്കലക്കുന്നവരും, ഇങ്ങനെ പലതരത്തിലുള്ള പൈശാചിക ശക്തികളുടെ സ്വാധീനങ്ങൾ അച്ഛൻ ഈശോനാമത്തിൽ അത് ബന്ധിക്കുന്ന സമയമാണ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, ഉന്നതമായ നാമത്തിൽ ഞങ്ങളുടെ പുണ്യപ്പാടുകളിലെ തൊഴിലിടങ്ങളിൽ അനുഭവിക്കുന്ന പൈശാചിക സ്വാധീനങ്ങളെ യേശു ക്രിസ്തു നാമത്തിൽ അമ്മ മാതാവിന്റെ മധ്യസ്ഥത്തിൽ ബന്ധിക്കുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ, ുകൾ പുറപ്പെട്ടേ, ബന്ധനവഴിയേ, കെട്ടുകൾ പുറപ്പെട്ടേ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ നിറയട്ടെ, യേശുവിന്റെ തിരുരക്തം ഞങ്ങളിൽ
പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എന്തെങ്കിലും കാര്യം അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോഴും പ്രാർത്ഥിക്കണം. അമ്മ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കേണ്ട സമയമാണ്. ആശീർവാദത്തിന് മുമ്പ് എന്തെങ്കിലും വിഷയങ്ങൾ, ഇപ്പോൾ സർവീസ് പ്രോബ്ലം ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ലീഗൽ പ്രശ്നങ്ങളാകാം, അതൊക്കെ ഇപ്പോൾ സമർപ്പിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നീതി കിട്ടുന്ന രീതി കേസ് പോകണില്ല എന്നുള്ള നിങ്ങളുടെ ഒരു ചിന്തയാകാം, അത് കണ്ണീരോടെ സമർപ്പിക്കുക. ഒരു പക്ഷേ നിങ്ങൾ വിശ്വസിച്ച ആൾക്കാർ തന്നെ ചിലപ്പോൾ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കണത്. അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം പരിശുദ്ധ അമ്മ വഴി, അമ്മ അഡ്വക്കേറ്റ് ആണെന്ന് നമുക്കറിയാം, പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കൂടെ അബോർഷൻ സംഭവിക്കുന്ന അവസ്ഥകൾ ഒക്കെ സമർപ്പിക്കുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ. Lord Jesus Christ, for our the fire finger, soak with the precious blood. Lord Jesus Christ, for our the fire finger, soak with the precious blood. I cast out disease and cause of abuse. By God the Father Almighty, who made heaven and earth in the days, that the devices, power, device, legends, Satan's attacks and machinations, be dispelled under a half of you. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ക്രിസ്ത്യൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ മക്കളെ ഈശോ നാമത്തിൽ നേർച്ച വസ്തുക്കളെ ആശീർവദിക്കുന്നു. നേർച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ശക്തിയോടെ യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, 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 ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ